പുതിയ മുഖം എന്നുള്ളൊരു ചിത്രത്തിൻ്റെ കമ്പോസിങ്ങിൻ്റെ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അതുവരെ പൃഥ്വിരാജിനെ പേഴ്സണലായിട്ട് അറിയില്ലായിരുന്നു. പൃഥ്വിരാജിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ എൻ്റെ പാട്ടുകളും കേട്ടിട്ടുണ്ട്. പരസ്പരം നമ്മൾക്ക് രണ്ടുപേരുടെയും വർക്ക് ഇഷ്ടമാണെങ്കിലും കൂടുന്നത് പുതിയ മുഖത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പോസിങ്ങിൻ്റെ സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് വരാം, ചെന്നൈയിൽ ഡബ്ബിങ് വേറെ എന്തോ പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വരുമ്പം ഇതിൻ്റെ കമ്പോസിങ് എന്താണെന്നൊക്കെ കേൾക്കാമെന്ന് വെച്ച് വന്നതാണ്. വന്ന സമയത്ത് പുള്ളി പിച്ച വെച്ച നാൾ ഞാൻ കമ്പോസ് ചെയ്ത ട്യൂൺ അന്ന് വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നു കൈതപ്രം തിരുമേനി. ആ എഴുതി വെച്ച വരികൾ നോക്കി ഞാൻ പാടുന്ന സമയത്ത് പൃഥ്വി ലിറിക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പൃഥ്വി ഒന്ന് പാടി പിച്ച വെച്ച നാൾ. അത് പാടി കേട്ടപ്പോഴായിരുന്നു ഞാനത് ഇങ്ങനെ പാടുമോ, ഇന്ദ്രജിത്ത് പാടുമെന്ന് എനിക്കറിയായിരുന്നു, പൃഥ്വി പാടുന്ന ആരും അറിയില്ല. അപ്പം നോക്കിയപ്പം ഇന്ദ്രജിത്തിൻ്റെ അത്രയും തന്നെ നന്നായിട്ട് പൃഥ്വിയും പാടുന്നുണ്ട്. അപ്പം ഞാൻ പൃഥ്വിയുടെ അടുത്ത് ചോദിച്ചു, എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒരു മാസ് പടമാണ്, മാസ് പടത്തിൽ ഹീറോ തന്നെ പാടുകയാണെങ്കിൽ കുറച്ചും കൂടി രസമുണ്ടാവും ആൾക്കാർക്ക്. ആ ഒരു സൂപ്പർ സ്റ്റാറിലേക്കുള്ളൊരു യാത്ര വളരെ കുറച്ചും കൂടി സ്മൂത്ത് ആവും. അപ്പോൾ പൃഥ്വി പറഞ്ഞു അത് വേണോ എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു വലിയ സ്വപ്നമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഇത്, ഞാനായിട്ട് തന്നെ എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒന്ന് പാടി നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പറയില്ല ഒന്നും ചെയ്തില്ല, പാടിയത് റഫായിട്ട് ഡ്രൈ ആയിട്ടായിട്ടൊന്നല്ല, കുറച്ച് സംഭവങ്ങൾ പോളിഷിങ് അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതോടെ എനിക്ക് മനസ്സിലായി ആ പിച്ച വെച്ച നാൾ പാടിയപ്പോഴാണ് ആ ട്വിസ്റ്റ് ഉണ്ടായത്. ഓ അടിപൊളി. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈതപ്രസാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വാദോരാതെ സംസാരിക്കണം. കാരണം ഒരു പക്ഷേ തുടങ്ങിയിട്ടൊരു 2-3 വർഷങ്ങളിൽ കൈതപ്രസാറുമായിട്ട് മാത്രമാണ് പാട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സോനെ എഴുതുമ്പോഴും ഇല്ലെങ്കിലും മറ്റൊരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ട് എഴുതുമ്പോഴും സാറിന് കഴിയും, അസാധ്യമാണെന്ന് കാണിച്ചിട്ടുണ്ട്. പുതിയ ഒരാളാണ്, ഒരുപക്ഷെ ഒരുപാട് ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ വന്നിട്ട് പുതിയൊരാളോട് വർക്ക് ചെയ്യുന്നുള്ള രീതിയിലാണ് ദീപക് ദേവ് ആ തലമുറയിൽപ്പെട്ട ഒരാളുമായിട്ട് വർക്ക് ചെയ്യുന്നത്. തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് സ്വയംവര ചന്ദ്രികെ എന്ന് പറയുന്ന പാട്ട് ഞാൻ കേൾക്കുമ്പോൾ പി ജയചന്ദ്രൻ്റെ ഒരു കാലമുണ്ടായിരുന്നു, 2ാം വരവ് എന്ന് പറയുന്ന കാലത്താണ് ഈ അല്ല തലിയൊക്കെ പാടിയിട്ട് അതെ അതൊക്കെ പാടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വയംവര ചന്ദ്രിക. അത് ആ പാട്ട് പിച്ച് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. പക്ഷേ ഞാൻ അതിൻ്റെ പല്ലവി കഴിഞ്ഞിട്ട് അനുപല്ലവിക്ക് വേണ്ടി കാത്തിരിക്കും. ഇന്നും പാട്ട് കേട്ടാൽ ഈ 4 വരി കേട്ട് എങ്ങനെയെങ്കിലും സ്കിപ്പ് ചെയ്ത് അടുത്തയിലേക്ക് പോവാം. പക്ഷെ സ്വയംവര ചന്ദ്രികയെ പിച്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പിച്ചിങ് ആണ്. ഞാൻ ഒത്തിരി ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് ഇത് ബാത്റൂമിൽ അനുകരിക്കാൻ, പക്ഷെ ഇന്നേ വരെ ഒരിക്കലും പറ്റിയിട്ടില്ല. ഒരു മാജിക്കാണ് ജയേട്ടൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്ന രീതി, അത് ഒരു വ്യത്യസ്തമായ രീതിയാണ്. അത് വേറെ ആര് അതേപോലെ പാടിയാലും ആ പാട്ട് പാടിയാലും ജയേട്ടൻ്റെ ആ ഒരു ചില വാക്കുകൾക്ക് കൊടുക്കുന്ന ഒരു സൗണ്ടിങ് വേറെ ആൾ കൊടുക്കുമ്പോൾ വരാറില്ല. പിന്നെ ഈ സ്വയംവര ചന്ദ്രിക എന്ന് പറയുന്ന പാട്ട് ലാസ്റ്റ് മൊമെന്റ് ഉണ്ടായ ഒരു ട്വിസ്റ്റാണ് ലിറിക്സിൽ. അതുവരെ ഇത് വിരഹമണി മേഘമേ എന്നായിരുന്നു, വിരഹമണി മേഘമേ എന്ന് പറഞ്ഞായിരുന്നു. അതിൽ ഒന്നും കിട്ടാത്തൊരു പഞ്ചായിരുന്നു. അദ്ദേഹം ലാസ്റ്റ് മൊമെന്റ്, മോനെ എപ്പോഴാണ് റെക്കോർഡിങ്? ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടാ, വേറൊരു സാധനം ഉണ്ട് പിടിച്ചു നോക്കിയിട്ടുണ്ട്, അതൊന്ന് നോക്കി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഏതാണത്? അപ്പം എൻ്റെ അടുത്ത് സ്വയംവര ചന്ദ്രിക. ഞാൻ പറഞ്ഞു വിരഹമണി മേഘമേ എന്നുള്ളതിലൊരു ഓപ്പൺനെസ് ഉണ്ട്, സ്വയംവര ചന്ദ്രിക എന്ന് പറയുമ്പോൾ ഒരു പിടിത്തം ഉണ്ടോ എന്ന്. അപ്പനടുത്ത് പറഞ്ഞ് അതൊന്നും ഒരു കാര്യം ചെയ്യും, സിദ്ദിഖുമായിട്ടൊന്ന് സംസാരിക്കുന്നു. സിദ്ദിഖേട്ടനെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സിദ്ദിഖേട്ട തിരുമേനി വേറൊരു ലിറിക്സ് തന്നിട്ടുണ്ട്, സ്വയംവര ചന്ദ്രിക. സിദ്ദിഖേട്ടൻ പറഞ്ഞു ബെസ്റ്റ്, ഇതാണ് എനിക്ക് വേണ്ടത്. വിരഹമണി മേഖലയിൽ ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നില്ല, ഇത് നമ്മളൊന്നും പറയാതെ തന്നെ തിരുമേനി ഇങ്ങോട്ട് തന്നതല്ലേ. അപ്പം അതാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. ഒരു ഡയറക്ടറിനെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു അപ്പം ഇതെങ്ങനെയാ പറഞ്ഞു, ഇതാണ് സ്ക്രിപ്റ്റ്, കഥയിൽ സ്വയംവര ചന്ദ്രികയാണ് കറക്റ്റ്. വിരഹമണി മേഘമേ എന്ന് പറഞ്ഞാൽ അതിലൊരു വിരഹമുണ്ട്, സ്വയംവര ചന്ദ്രിക എന്ന് പറയുന്നതിൽ ഞാൻ തന്നെ അങ്ങോട്ട് വരുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ